ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഗോസ്റ്റ് ട്രെയിൻ എന്ന ഒരു ഹൊറർ ഷോർട്ട് ഫിലിമാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗുഹയിൽ നിന്ന് ഒരു ട്രെയിൻ വരുന്നു. അതിൽ മൈക്ക് ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്കിന്റെ കുട്ടിക്കാലത്ത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് ഓർത്തുകൊണ്ടാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്നത്. മൈക്കിൾ ചെറുപ്പമായിരിക്കുമ്പോൾ പീറ്റർ, സാം അവന്റെ രണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ആ നാടിന് പുറത്തുള്ള ഒരു ഒഴിഞ്ഞു കിടക്കുന്ന തീം പാർക്കിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. എന്നാൽ എൻട്രൻസ് കണ്ടപ്പോഴേ മൈക്കിളിന് ഭയമായി തോന്നി. അത് എന്തെന്ന് വെച്ചാൽ ആ എൻട്രൻസ് അത്രയ്ക്കും ഭയപ്പെടുത്തുന്നത് പോലെയാണ് ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യന്റെയും മൃഗത്തിന്റെയും തല അവിടെങ്ങും തൂക്കിയിട്ടിരുന്നു. പീറ്റർ പറഞ്ഞു, വരൂ നമുക്ക് അകത്തേക്ക് പോകാമെന്ന്. എന്നാൽ മൈക്കിൾ അതിന് സമ്മതിക്കാതെ ഇവിടെ വേണ്ട, ബീച്ചിൽ പോകാമെന്ന് പറയുന്നു. എന്നാൽ പീറ്റർ രണ്ടുപേരെയും ഫോഴ്സ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അകത്തു കയറിയ പീറ്റർ കയ്യിൽ കിട്ടിയ ഒരു വടി ഉപയോഗിച്ച് ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ വാതിൽ അനക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് മൈക്കിൾ ആ തലയോട്ടിക്ക് താഴെയായി കോയിൻ ഇടുന്നത് പോലെ ഒരു മെഷീൻ കണ്ടത്. അത് കണ്ടപ്പോൾ പീറ്റർ പറഞ്ഞു, ഇതിൽ കോയിൻ ഇട്ടാൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ മൂന്ന് പേരും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം പീറ്ററിനടുത്തു കൊടുക്കുന്നു. പീറ്റർ കയ്യിൽ ക്യാഷ് വാങ്ങിയതിനു ശേഷം 1 പൗണ്ട് കൂടി ആവശ്യമുണ്ടെന്ന് പറയുന്നു. സാമിനടുത്ത് ഇനി എന്തെങ്കിലും ക്യാഷ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാം പോക്കറ്റ് തപ്പി നോക്കുന്നു. അവന്റെ കയ്യിൽ ഇനി 1 കോയിൻ കൂടി ബാക്കിയുണ്ട്. ആ കോയിനും പീറ്ററിനടുത്തു കൊടുക്കുന്നു. പീറ്റർ ഇപ്പോൾ എല്ലാ കോയിനും മൈക്കിളിനടുത്ത് കൊടുത്ത് ആ കോയിൻ ബോക്സിൽ ഇടാൻ പറയുന്നു. മൈക്കിൾ ഇപ്പോൾ ഓരോ കോയിനായി ആ കോയിൻ ബോക്സിൽ ഇടാൻ തുടങ്ങുന്നു. അവൻ കോയിൻ ബോക്സിൽ ഇടാൻ തുടങ്ങിയപ്പോഴേ ആ സ്ഥലമാകെ മാറാൻ തുടങ്ങുന്നു. അവിടെയെല്ലാം ആകെ ഇളകി മറിയാൻ തുടങ്ങി. കുറെ വർഷമായി നിശ്ചലമായിരുന്ന ആ സ്ഥലം അനങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കറുത്ത പ്രാണികളെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഉണ്ടായിരുന്ന ആ വലിയ പ്രതിമ പോലും അനങ്ങി തുടങ്ങി. മൈക്കിൾ ഇപ്പോൾ എല്ലാ കോയിനും അതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അനങ്ങിക്കൊണ്ടിരുന്ന എല്ലാം വീണ്ടും നിശ്ചലമായി. അത് കണ്ട് പീറ്റർ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നു. മൈക്കിൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും പറയുന്നു. മൈക്കിൾ ഞാൻ എല്ലാ ക്യാഷും അതിനകത്തേക്ക് ഇട്ടെന്നും പറയുന്നു. പീറ്റർ ദേഷ്യത്തോടെ ക്യാഷ് എല്ലാം കൊടുത്ത ശേഷം ഇത് നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞ് ആ സ്കള്ള് അടിക്കാൻ തുടങ്ങുന്നു. ആ സ്കള്ള് കുറച്ചു ഉടയാൻ തുടങ്ങി. ഇപ്പോൾ ആ മെഷീനെല്ലാം വീണ്ടും മൂവ് ചെയ്യാൻ ആരംഭിക്കുന്നു. സാം ഇരുന്നിരുന്ന ട്രെയിൻ ഇപ്പോൾ ലോക്കാകുന്നു. ഇത് കണ്ട് സാമിന് വല്ലാതെ ഭയമാകുന്നു. പ്ലീസ് സ്റ്റോപ്പ് ചെയ്യോ, എനിക്ക് വല്ലാതെ ഭയമാകുന്നു എന്ന് പറഞ്ഞ് സാം അവരോട് ദേഷ്യപ്പെടുന്നു. പീറ്ററിന്റെ ദേഷ്യം അപ്പോഴും മാറാതെ അവൻ വീണ്ടും ആ സ്കള്ള് ഉടയ്ക്കാൻ തുടങ്ങുന്നു. ആ സ്കള്ള് ഉടഞ്ഞതും ട്രെയിൻ വേഗം മൂവായി അവിടെയുള്ള ഒരു റൂമിനകത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ മൈക്കിളിനും പീറ്ററിനും അപ്പോൾ മനസ്സിലായില്ല അത് സാമിനെ കാണുന്ന അവസാന ദിവസമാണെന്ന്. ഇപ്പോൾ കറന്റ് ടൈമിൽ എന്താണ് നടക്കുന്നതെന്ന് കാണിക്കുന്നു. മൈക്കിളും പീറ്ററും 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ പാർക്കിലേക്ക് വീണ്ടും വരുന്നു. രണ്ടുപേരും വളർന്ന് വലുതായിരിക്കുന്നു. വന്ന് സാമിനെ ഓർത്ത് രണ്ടുപേരും ഫീൽ ചെയ്തിരിക്കുന്നു. മൈക്കിൾ പീറ്ററിനോട് പറയുന്നു, അന്ന് ഇവിടെ വരാതെ നമ്മൾ ബീച്ചിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലായിരുന്നു. പീറ്റർ ഇപ്പോൾ അവന്റെ ഭാഗത്താണ് തെറ്റെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ മൈക്കിൾ ഞെട്ടിക്കുന്ന ഒരു സത്യം പറയുന്നു. അവൻ പോക്കറ്റിൽ നിന്നും ഒരു കോയിൻ എടുത്ത് കാണിക്കുന്നു. പീറ്റർ ഇതെന്താണെന്ന് ചോദിക്കുന്നു. ഇത് സാം അവസാനമായി കൊടുത്തിരുന്ന ക്യാഷ് ആണെന്ന് പറയുന്നു. പീറ്റർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ക്യാഷ് അവൻ ആ കോയിൻ ബോക്സിൽ ഇട്ടിരുന്നില്ല എന്ന്. താൻ ഈ കോയിൻ ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ സാം രക്ഷപ്പെടുമായിരുന്നു എന്ന് കുറ്റബോധം അവനെ വല്ലാതെ വേട്ടയാടിയിരുന്നു എന്ന് പറഞ്ഞ് അവൻ പീറ്ററിനോട് എല്ലാം ഷെയർ ചെയ്യുന്നു. പീറ്റർ അതൊന്നും സാരമില്ല, അതാലോചിച്ച് ഫീൽ ചെയ്യണ്ടെന്ന് പറഞ്ഞ് മൈക്കിളിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കൊണ്ടുപോയി കോയിൻ ആ ബോക്സിൽ ഇടാൻ പറയുന്നു. മൈക്കിൾ കയ്യിലുള്ള ക്യാഷ് ആ സ്കള്ളിനകത്ത് ഇട്ടതും എന്താണ് നടക്കുന്നതെന്ന് വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഒന്നും നടക്കാത്തതിനാൽ അവന്റെ മനസ്സിന് സമാധാനപ്പെടുന്നു. 30 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത തെറ്റ് ഇപ്പോൾ ശരിയാക്കിയെന്ന് മനസ്സ് പറയുന്നു. അതിനെപ്പറ്റി സംസാരിച്ച് പീറ്ററിന്റെ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മുകളിലുള്ള പ്രതിമ മൂവാകുന്നു. ട്രെയിൻ പുറത്തു വരാനായി ഡോറും ഓപ്പൺ ആകുന്നു. ഉള്ളിൽ നിന്ന് 30 വർഷങ്ങൾക്ക് ശേഷം അകത്തേക്ക് പോയ അതേ ട്രെയിൻ ഇപ്പോൾ കളറെല്ലാം മാറി പുറത്തേക്ക് വന്നിരിക്കുന്നു. രണ്ടുപേരും ആ ട്രെയിനെ നോക്കി നിൽക്കുന്നു. അതിനകത്തു നിന്നും ഏതോ ഒരു കൈ പുറത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ ചെറിയ വയസ്സിൽ പോയ സാം അതേ വയസ്സിൽ തന്നെ മരിച്ച രൂപത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. അത് കണ്ട് രണ്ടുപേരും വല്ലാതെ ഷോക്കാവുന്നു. മൈക്കിൾ സാമിനോട് സംസാരിക്കാനായി അടുത്തേക്ക് പോകുന്നു. മൈക്കിൾ സാമിന്റെ പേര് പറഞ്ഞു വിളിക്കുന്നു. സാം അവന്റെ മുഖത്ത് കൈവച്ചു നോക്കുന്നു. മൈക്കിളിന്റെ മൂക്കിന് മുകളിൽ കൈവച്ച് നോക്കി അവൻ മൈക്കിൾ തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നു. അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി അടുത്ത നിമിഷം മൈക്കിളിന്റെ തല പിറകിലേക്ക് തിരിച്ചുവിടുന്നു. മൈക്കിൾ ഇപ്പോൾ പാരലൈസ് ആയി താഴെ വീഴുന്നു.
പീറ്റർ അത് കണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കാറിനടുത്തേക്ക് ഓടി കാർ തുറക്കാൻ ട്രൈ ചെയ്യുന്നു. എന്നാൽ കാറിന്റെ ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല. സാം അപ്പോഴേക്കും പീറ്ററിനടുത്തെത്തി പീറ്ററിനെയും കൊല്ലുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പോകണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോയത് പീറ്ററാണ്. ആ കോയിൻ മുഴുവനായി ഇടാതിരുന്നത് മൈക്കിളിന്റെയും തെറ്റാണ്. അവർക്ക് രണ്ടുപേർക്കും അതിനുള്ള ശിക്ഷയും ലഭിച്ചു എന്ന് സാം അവരോട് പറഞ്ഞു.